അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിസ്കരിക്കാത്ത CM മടവൂരി, വെളിവില്ലാത്ത ഖുറാഫികളും ഇല്ലെങ്കിൽ വെളിവില്ലാത്ത സമസ്തക്കാരും എന്ന ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം, CM മടവൂരി നമസ്കരിക്കാറില്ലത്രേ, നോമ്പ് നോക്കാറില്ലത്രേ, അതുപോലെ തന്നെ നോമ്പ് നോറ്റവരെ കൊണ്ട് മുറിപ്പിച്ചിട്ടുണ്ട് അത്രേ, താടി വടിക്കുന്ന ആളാണത്രേ, അതുപോലെ തന്നെ സ്വർണം ധരിക്കുന്ന ആളാണത്രേ. അങ്ങനെ തുടങ്ങിയ നിരവധി മഹത്വങ്ങൾ CM മടവൂർ എന്ന് പറയുന്ന ചിത്തനിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മാനസിക രോഗി, മജ്ദൂബായ ഷെയ്ഖാണെന്നൊക്കെ ഇവർ തന്നെ വിശേഷിപ്പിക്കുന്ന ആ മാനസിക രോഗിക്ക് ഇവർ ചാർത്തി കൊടുത്തു. എന്നാൽ മഹത്വങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കറാമത്തുകൾക്കോ ഒരു പന്നവുമില്ല. കടല് പോലെയാണ് മഹത്വം, കടലിന്റെ തിരമാല പോലെയാണ് മഹത്വം. കുബൂരികൾ ഇങ്ങനെ പടച്ചു വിടുകയാണ് ഓരോ കാര്യങ്ങളും. എന്തൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചത്? മുദബ്ബിറുൽ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. അനല്ലാ, ഞാനാണ് അള്ളാഹ് എന്ന് CM മടവൂര് പറഞ്ഞിട്ടുണ്ട്. ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന CM മടവൂര്, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന CM മടവൂര്. രോഗം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രോഗവും ഇല്ല, അതാണ് CM മടവൂര്. മഴ വർഷിപ്പിക്കുന്ന CM മടവൂര്. അതുപോലെ തന്നെ മഴ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇല്ല, മഴ നിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മഴ നിൽക്കും. ആ രീതിയിലുള്ള കഴിവുള്ള CM മടവൂര്. ഇഷ്ടപ്പെട്ടവരുടെ ജീവൻ തിരിച്ചു കൊടുക്കും. മരിച്ചുപോയ ഒരു മനുഷ്യന് തിരിച്ച് ജീവൻ കൊടുക്കാൻ കഴിവുള്ള CM മടവൂര്. അങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങൾ പുരോഹിതവർഗം സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട്, വിമാനങ്ങളും ട്രെയിനുകളും കൂട്ടിമുട്ടാതെ അവകളെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണത്രേ. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് കുട്ടികളെ കൊടുക്കുന്ന സ്ത്രീ എന്നത് CM മടവൂരാണത്രേ. ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടിയും പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടിയും നൽകാനുള്ള കഴിവ് CM മടവൂരിനുണ്ട്. അതുമാത്രമല്ല, സൗദി ജയിലുകളിൽ പോയി ആരും അറിയാതെ ക്രിമിനലുകളെ പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവന്നവനാണ് CM മടവൂർ. മനസ്സിലായല്ലോ? സൗദിയിൽ പാസ്പോർട്ട് പോലും ഇല്ലാതെ, മതിയായ രേഖകൾ പോലും ഇല്ലാതെ യാത്ര ചെയ്തിട്ടുണ്ട് CM മടവൂര്. അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ പാസ്പോർട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് CM മടവൂര്. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ പോയി മതിവരുവോളം ഭക്ഷണം കഴിച്ച് കാശ് ചോദിക്കുമ്പോൾ ഹോട്ടൽ കത്തിച്ച CM മടവൂര്. അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതവർഗം ചെയ്തു വെച്ചിട്ടുള്ളത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്. വ്യഭിചാരികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു CM മടവൂര് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തുടങ്ങി എന്തൊക്കെ ഇവർ വിശ്വസിക്കുന്നു. അള്ളാഹ് കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും ഒക്കെ കഴിവ് അള്ളാഹ് തന്നെയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു എന്നൊക്കെ മുസ്ലിയാക്കന്മാർ പറയും, നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാം തികഞ്ഞ CM മടവൂര് നിസ്കരിക്കാറില്ല. നിസ്കരിക്കാറില്ല എന്നതൊരു മഹത്വമാണോ? നോമ്പ് നോക്കാറില്ല എന്നതൊരു മഹത്വമാണോ? സിഗരറ്റ് വലിക്കുന്ന ആളാണ് എന്നത് മഹത്വമാണോ? മറ്റുള്ളവർ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മഹത്വമാണോ? അങ്ങനെ തുടങ്ങി സ്വർണം ധരിക്കുക, താടി വടിക്കുക, ഇതൊക്കെ മഹത്വമാണോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ ഒരു സംസാരം ഞാൻ കേട്ടു. നിസ്കരിക്കാത്ത CM മടവൂരിന്റെ ഉറൂസിനൊക്കെ പോയി നിസ്കാരം കളാക്കുകയോ ഇല്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളോട് ഗൗരവപൂർവ്വം അദ്ദേഹം ചില ഉപദേശങ്ങൾ നൽകുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും കാണിച്ചു തരികയും നടപ്പാക്കി തരികയും അല്ലാഹു കൽപ്പിക്കുകയും ചെയ്ത നിസ്കാരം സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാതെ കിടന്നു ഉറങ്ങുന്നവരില്ലേ മനുഷ്യ? നിന്റെ ഉറൂസിന്റെ സ്നേഹം ആത്മാർത്ഥമാണോ? സാലിഹീങ്ങളോടുള്ള സ്നേഹം ഇഖ്ലാസോടെയാണോ? ഔലിയാക്കളോടുള്ള സ്നേഹം ഇഖ്ലാസോടെയാണോ? നീ ആലിമീങ്ങളെ പിന്നിൽ നടക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ? ചില ആളുകളുണ്ട്, അവർ ഉറൂസിന് വളരെ സജീവമാണ്, പള്ളി മദ്രസയുടെ പ്രശ്നങ്ങളിൽ വളരെ സജീവമാണ്. അപ്പൊ കേട്ടില്ലേ സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉറൂസിനൊക്കെ പോയി നിസ്കരിക്കാത്ത നിസ്കാരം കളാക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. നിങ്ങൾ നിസ്കരിക്കാതെ പിന്നെ എന്തിനാണ് ഇങ്ങനെ വേക്കിൽ നടക്കുന്നത്, ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉറൂസ് എന്ന് പറയുന്നത് നല്ല നല്ല പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആരുടെ ഉറൂസിനാണ്? ആരാണ് ഈ മഹാൻ? ഏത് മഹാന്റെ കാര്യത്തിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിസ്കരിക്കാത്ത CM മടവൂരിന്റെ കാര്യത്തിൽ. ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ. CM മടവൂര് നിസ്കരിക്കാറില്ല എന്നുള്ളത് മുസ്ലിയാക്കന്മാർ നിരവധി ആളുകൾ, ഒന്നും രണ്ടും അല്ല, നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു മുസ്ലിയാരുടെ സംസാരം കേൾക്കാം. എന്നിട്ട് മഹാനായ CM വലിയുള്ളാഹിയെ സംബന്ധിച്ചില്ലാത്ത കഥകളുണ്ടാക്കി അത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം കൂടി കേൾക്കണം. എന്താണ് മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ മാനേജറായിട്ടുള്ള C മുഹമ്മദ് ഫൈസിയുടെ പിതാവ് C അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ശ്രദ്ധിച്ചോ? അദ്ദേഹം സമസ്ത മുശാവറ അംഗമായിരുന്നു. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ ട്രഷററുമായ ശൈഖുന PP പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ പറയുന്ന ആളുകളൊക്കെ ആ രണ്ട് മഹാരഥന്മാർ C ഉസ്താദും പാറന്നൂർ ഉസ്താദും രണ്ടുപേരും കോഴിക്കോട്ട് ഒരു ദിവസം സമസ്തയുടെ മുശാവറ യോഗത്തിന് പോവാൻ. കോഴിക്കോട് സമസ്ത ഓഫീസിൽ മുശാവറ യോഗം നടക്കുന്നു. അതിനുവേണ്ടി ചെന്ന സമയത്ത് അല്പം നേരത്തെ എത്തിപ്പോയി.
കാരണം ബാക്കിയുള്ള ആലിമ്യങ്ങളൊക്കെ പല ജില്ലകളിൽ നിന്ന് വരേണ്ടവരാണല്ലോ. നേരത്തെ എത്തിയപ്പോൾ പാറന്നൂർ ഉസ്താദും സി മുഹമ്മദ് ഫൈസിയുടെ പിതാവും സി ഉസ്താദും രണ്ടുപേരും പറഞ്ഞു, നമ്മൾ മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാൻ, മൂപ്പന്റെ വീട്ടിലൊന്ന് പോവാലോ, സി എം ഒന്ന് കാണാലോ. അങ്ങനെ സി എം വലിയുള്ളാഹിയെ കാണാൻ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരും നെടിയനാട് ഉസ്താദും രണ്ടുപേരും മൂപ്പന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നു സി എമ്മുമായി കുറെ സമയം സംസാരിച്ചു. പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ. അങ്ങനെ നേരം വൈകിക്കൊണ്ട് രണ്ടാളുകൾ വന്നപ്പോൾ അധ്യക്ഷനായ ഉള്ളാൾ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ നേരം വൈകി? അപ്പോ ഇവര് മിണ്ടിയില്ല. ഉള്ളാൾ തങ്ങൾ വീണ്ടും ചോദിച്ചു, എന്താ നിങ്ങൾ നേരം വൈകാനുള്ള കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മൂപ്പന്റെ വീട് വരെ സി എമ്മിനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഉള്ളാൾ തങ്ങൾ രോഷാകുലനായിക്കൊണ്ട് മറുപടി പറഞ്ഞ് എന്താണെന്നറിയുമോ? പാറന്നൂർ ഉസ്താദ് മരിച്ചിട്ടില്ല, നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കാവുന്നതാണ്. പാറന്നൂർ ഉസ്താദിനോടും നെടിയനാട് ഉസ്താദിനോടും ആ ഉള്ളാൾ തങ്ങൾ അവിടുന്ന് പ്രതികരിച്ചത്, നിങ്ങൾ തലയെക്കെട്ട് കെട്ടി താടി വെച്ച സമസ്തയുടെ മുശാവറാംഗങ്ങളായ നിങ്ങൾ നിസ്കരിക്കാത്ത പരിശുദ്ധ റമദാനിൽ പരസ്യമായി പച്ചവെള്ളം കുടിച്ച സി എം എന്ന് പറഞ്ഞ അവന്റെ പിന്നാലെ പോയോ? കേട്ടോ, ഉള്ളാൾ തങ്ങളുടെ വാക്കാണ്, ഉള്ളാൾ തങ്ങളുടെ വാക്കാണ്. നിസ്കരിക്കാത്ത, അതുപോലെ പരിശുദ്ധ റമദാനിൽ പരസ്യമായി വെള്ളം കുടിച്ച് നടക്കുന്ന, താടി വടിച്ച് നടക്കുന്ന ആ സി എമ്മിന്റെ പിന്നാലെ സമസ്തയുടെ മുശാവറ നേതാക്കളായ നിങ്ങൾ തന്നെ പോവുകയോ? എന്നാൽ പൊതുജനം എന്താണ് മനസ്സിലാക്കുക? അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ, താടി വെച്ച തലപ്പാവ് ധരിച്ച രണ്ട് ഉസ്താദുമാർ പോയത് എവിടേക്കാണ്? നിസ്കരിക്കാത്ത, താടി വടിച്ച, നോമ്പിന് പോലും പരസ്യമായി ഭക്ഷണം കഴിക്കുന്ന സി എം മടവൂരിന്റെ അടുത്തേക്ക്. എന്നിട്ട് ഉള്ളാളം കുഞ്ഞിക്കോയ ചോദിച്ചത് എന്താണ്? ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ ചോദിച്ചത് എന്താണ്? ഉള്ളാളം തങ്ങൾ ചോദിച്ചത് എന്താണ്? നിങ്ങൾ അങ്ങനെയുള്ളവന്റെ അടുത്തേക്കാണോ ഈ പോയത് എന്നാണോ? ഗൗരവത്തോടെയാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പോലും ആ ഗൗരവം കാണുന്നുണ്ടല്ലോ. തീർന്നോ? ഇനി അടുത്തതാര്? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയട്ടെ. സി എം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജ, വല്ലാത്ത സംഭവം പോയി. ഒരു മജിദൂബായ ഒലീജ, ഭ്രാന്തനായ മൂപ്പര് ചിലപ്പോ നമ്മൾ കഴിക്കണേ നമ്മള് കാണൂല, മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞങ്ങൾ കേട്ടില്ലേ? നോമ്പിനൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഇയാള് കണ്ടിട്ടുണ്ട് എന്ന് ഉള്ളളം തങ്ങൾ എന്താ പറഞ്ഞത്? നേരത്തെ കേട്ടല്ലോ, നോമ്പിനൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഇയാൾ കണ്ടിട്ടുണ്ട്. നിസ്കരിക്കാറില്ല, നിസ്കരിക്കുന്നത് ഇവരൊന്നും കണ്ടിട്ടില്ല, നിസ്കരിക്കാത്തതുകൊണ്ട് ഇവരാരും കണ്ടിട്ടില്ല നിസ്കരിക്കുന്നത്. അങ്ങനെ ചെറുശ്ശേരിയോ അതന്നെയാണ് പറയുന്നത്. വലിയൊരു മഹാനാണ്, പച്ച പ്രാന്തനായിരുന്നു അദ്ദേഹം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളെന്താ പറഞ്ഞതെന്ന് കേൾക്കാം. എന്താണ് അദ്ദേഹം പറയുന്നത്? ആര് പറയേണ്ടത്? പൊന്മള ഉസ്താദ് പറഞ്ഞിട്ട്. പൊന്മള ഉസ്താദിന് എന്താ പറയാനുള്ളത്? മാത്രമല്ല, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഷഹാദത്തിന്റെ ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്, അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലകൃതിയാകുന്ന ആളാകരുത്. അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം, മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കാൻ. ഹറാമാവുന്നതനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു തന്നെ വിടും. ഇനി ഹറാമല്ല, അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ഷെയ്ഖിനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന് സാക്ഷിക്ക് വരെ അയാളെ പറ്റൂലെന്നാ. പിന്നെ അയാളാണ് പിന്നെ ലോ നിയന്ത്രിക്കല്, അതിന് പറ്റില്ല, പറ്റൂല. പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ഷെയ്ഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ഷെയ്ഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്ത് പെടണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നു. അത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ഷെയ്ഖാണെന്ന് പറയുന്നുമില്ല. പിന്നെ ആരായത് പറഞ്ഞത്? മുജാഹിദാറോ? ഇവിടെ പറഞ്ഞ് അവരെ ഒടുവിൽ എന്താണ് മടവൂർ ഷെയ്ഖിനെ മുറബിയായി എന്നല്ല പടച്ചോമ്പരയാക്കി. പിന്നെ മമ്പാട്ടുകാരൻ വായാടി സക്കാഫി ഉണ്ടല്ലോ, മമ്പാട്ടുകാരൻ നൊണച്ചി സക്കാഫി, അദ്ദേഹം എഴുതിയ എന്താണ്? അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ കാണുന്നതാണ്, ഇത്തരം നിർമ്മിതികൾക്ക് ബാലുശ്ശേരിയും ഫൈസലും ഒക്കെ ഈ വ്യാജന്മാർക്ക് എത്രയാ കൊടുക്കുന്നത്? ഇപ്പം ഈ പറയുന്ന തമ്മാടിത്തരങ്ങളും വിവരക്കേടുകളും കുഫറുകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ പിന്നിൽ വഹാബികളാണത്രേ. ഫൈസൽ മൗലവിയും മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ ആണത്രേ.
ഉളുപ്പില്ലാതെ മമ്പാട്ടുകാരൻ പ്രാന്തൻ സക്കാഫി പറയുകയാണ്, ദജ്ജാലാണ് അവൻ, തനി ദജ്ജാലാണ്. യഖൂനു ഫി ആഖിരി സമാനി ദജ്ജാലുന കസ്സാബുന എന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ ആ ഹദീസിനെ വിശദീകരിക്കുന്ന ക്ലിപ്പുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എന്ന്. അദ്ദേഹം തനി ദജ്ജാലാണ്. ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും എന്ന് പറഞ്ഞില്ലേ, ആ ദജ്ജാലുകളിൽപ്പെട്ട ഒരു ദജ്ജാലാണ് ഈ ദജ്ജാല്. ഈ കാണുന്നതൊക്കെ അത്തരത്തിലുള്ള ദജ്ജാലുകൾ തന്നെയാണ്. ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് നജീബ് മൗലവി ഉണ്ടല്ലോ. നജീബ് മൗലവിയും സി എം അടവൂരിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. വന്ന് അവരെല്ലാവരും ഷെയ്ഖുനായിട്ട് ചോറൊക്കെ വെച്ച് അന്ന് അദ്ദേഹം നടക്കുന്ന കാലമാണ്. അന്നൊക്കെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും, നല്ല നിസ്കാരമൊക്കെയാണ്. പിന്നെ അതിന് ശേഷമുള്ള കാലത്ത് നമ്മൾ കാണുന്നത് ഒരു പുതിയ രൂപത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അദ്ദേഹം നല്ല ആ ഒരു പ്രായത്തിൽ നല്ലൊരു ടൈമിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എന്നതിന് മറുവശം പിന്നെ അദ്ദേഹം നിസ്കരിക്കാറില്ല എന്ന്. ഇപ്പോൾ AP സമസ്തക്കാരായി, EK സമസ്തക്കാരായി, ദക്ഷിണക്കാരനുമായി. ഇനിയും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ആ ഗ്രൂപ്പുകളൊക്കെ തരംതിരിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഇങ്ങനെയൊക്കെ താടി വടിച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സാധനത്തെയാണ്, താടിയൊക്കെ വടിച്ച് സ്വർണമൊക്കെ ധരിച്ച് അതുപോലെ തന്നെ സിഗരറ്റ് വലിപ്പിച്ചു. അതിങ്ങനെ പറഞ്ഞിന് വേണ്ട, ഒക്കെ തെളിവുകളുണ്ട്. എല്ലാറ്റിനും നമ്മളെ കയ്യിൽ തെളിവുകളുണ്ട്. ഇവരുടെ പകരപ്പൊട്ടനുണ്ടല്ലോ സ്വപ്നജീവി, ആ ദജ്ജാല് പറയും, നമുക്കൊന്ന് കേൾക്കാം. ഷെയ്ഖുന അവിടെയുള്ള എന്നോട് തങ്ങൾ പറഞ്ഞതാ, അത് തലീക്കര അബ്ദുൾ റഷീദ്, അദ്ദേഹം ആ കുടുംബത്തിലെ മെമ്പർ ആയിരിക്കും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചെറുപ്പക്കാരനാ. അവരെ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്തേക്ക് വിളിച്ച്, ഈ റൂമിലേക്ക് ഇവരൊക്കെ വിളിച്ച് ഷെയ്ഖുന എല്ലാരെ കൊണ്ടും സിഗരറ്റ് കയ്യിലുണ്ട്, അതുകൊണ്ട് വലിപ്പിച്ച് അതിന്റെ സിറ എനിക്കറിയില്ല. ഞാൻ പോത്തിന് മസാല പറഞ്ഞ് സിഗരറ്റ് വലിക്കുന്നവരുണ്ടായിട്ടുണ്ടല്ലോ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അത് സുന്നത്തൊന്നും അല്ല, അത് ഗുണമില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഹറാമെന്ന് പറഞ്ഞവരുണ്ട്, ചുരുട്ടി വലിച്ചവരെല്ലാം ഉണ്ട്. പിന്നെ സിഗരറ്റ് വലിക്കുന്ന മാത്രമാക്കുന്നതിന് കഞ്ചാവ് അടിച്ചവരൊക്കെ ഇല്ലേ. സി എം മടവൂർ തന്നെ കുടിച്ചൊരു കഫം ഉണ്ടല്ലോ, ആ കഫം കുടിച്ചത് ഏത് ആളുടെ കഫമാണ്? അയാളുടെ പണി എന്താണ്? അയാൾ ചുരുട്ടി വലിക്കുന്ന ആളാണെന്ന് ഈ മോയൻ തന്നെയല്ല പറഞ്ഞത്, ഇതല്ല വേറൊരു മോയൻ എന്താ പറഞ്ഞത്? ഈ ദജ്ജാലുകൾ സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ല? ഒരു വലിയന്റെ ക്വാളിഫിക്കേഷൻ ആയത്. കൂട്ട സിഗരറ്റ് വലി SYSന്റെ ടീമായിരിക്കും. മൊത്തത്തിൽ അങ്ങ് കൂട്ടത്തോടെ റൂമിലേക്ക് വിളിച്ചിട്ട് എല്ലാത്തിനെയും ഓരോ സിഗരറ്റ് കൊടുത്തിട്ട് വലിക്ക്, നിങ്ങൾ വലിക്ക്, അങ്ങനെ വലിപ്പിച്ചു. കൂട്ട സിഗരറ്റ് വലി ഹറാമ. മസാലയും മറ്റേ ഇതൊന്നും നോക്കണ്ടാന്ന്, മസാലയൊന്നും നോക്കണ്ടാന്ന്. മനസ്സിലായല്ല? ഈ രീതിയിൽ പച്ച നുണകൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കും. ഈ മഹാനെ കുറിച്ചാണ് വലിയ വലിയ മഹത്വം. എന്തൊക്കെയാണ് ഈ മഹത്വങ്ങൾ പറയുന്നത്? ഒരു കുബൂരി പറയുന്നേക്കാം. അതിന്റെ അപ്പുറത്തുള്ള വയസ്സ് അറിയായിട്ടല്ല. അപ്പൊ ഈ ലോകത്തുള്ള സർവ്വ യാഥാർത്ഥ്യങ്ങളും വരാൻ പോകുന്നത് കഴിഞ്ഞു പോയതും വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു. അവരുടെ ഓരോ നോളജും പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ കണ്ട ആളുകളൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം കൊടുത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിദമത്തെടുത്തവരോ കൂടി ബന്ധപ്പെട്ടവർ. സി എം മടവൂര് വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ അറിയുന്നുണ്ട്. മനസ്സിലായല്ലോ? ആര് നിസ്കരിക്കാത്ത, താടി വടിച്ച, സത്യത്തിൽ ആർക്കാണ് സുഹൃത്തുക്കളെ വട്ട്? ഈ ചെത്തിടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരിനാണോ, മജുദൂബിനാണോ, മജുദൂബായ ഷെയ്ഖ് എന്ന് ഇവർ വിശേഷിക്കുന്ന അയാൾക്കാണോ വട്ട്, അല്ലെ ഈ കുബൂരി പാതിരിമാർക്കാണോ വട്ട്? എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ഇതൊക്കെ എന്താണ്? വരാനിരിക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് പോലും അറിയില്ല. ഖുർആനിൽ എത്ര ആയത്തുണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്നതിന് തെളിവായിക്കൊണ്ട്. അതുപോലെ തന്നെ എന്തിലും പറയേണ്ടത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സമസ്തക്കാരൻ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ അതും ഇതും ചീത്തയെന്ന് എഴുതി വെക്കുന്നതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് അള്ളാഹ് തന്ന ബുദ്ധി ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇല്ല അതും സി എം മടവൂരിന്റെ തന്നു എന്ന് പറയോ? കുട്ടികളെ തരുന്നത് സി എം മടവൂർ, എല്ലാം തരുന്നത് സി എം മടവൂർ ആണെന്നാണല്ലോ വാദം. നിങ്ങൾ അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത് സി എം മടവൂരിനെ കുറിച്ച്? നിങ്ങളൊന്ന് ചിന്തിക്ക്. നിങ്ങൾ ആരുടെ വായുവാണ് ശ്വസിക്കുന്നത്? ആരുടെ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്? സി എം മടവൂരിന്റെ ആണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആണോ? ഇത്രയും നന്ദി കെട്ടൊരു വർഗം നിങ്ങളല്ലാതെ വേറെ ഉണ്ടാകില്ല. വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയും സി എം മടവൂരിന്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം സി എം മടവൂരിന്. ഇനിയോ ഇവിടെ തീർന്നോ? ഇനിയും പറയുന്നുണ്ട് ഈ കുബൂരി. ഇവിടെയൊക്കെ സാധാരണക്കാരായ നമുക്ക് കണ്ടിട്ട് പരിചയമാണ്. സി മുരീദാക്ക് ഒരാളും കണ്ട പരിചയം വേണ്ട, എല്ലാം പരിചയമാണ്. ഈ ലോകത്തുള്ള സർവ്വകാര്യങ്ങളും
പൊന്മള ഉസ്താദിനോട് പറഞ്ഞു അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. ഡോക്ടർമാർ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളോട് നേരത്തെ പറഞ്ഞ വ്യക്തമാണ്. കുറെ കാലം അടുത്ത് എന്നോ പറഞ്ഞു നിങ്ങൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ടാവുന്നു. അപ്പൊ ലോകത്ത് എവിടെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്, എവിടെയാണ് അവർ ഉണ്ടായിരുന്നത്, എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതിൽ 2ാമത്തെ മകളാണ് ഉസ്താദിന്റെ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്. കേട്ടില്ലേ സഹോദരൻ, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ CM മടവൂരിന്റെ പേരിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവർ എന്ത് ദീനാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുദുസിയായ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പുരോഹിത വർഗം പറഞ്ഞതെന്ന് അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും ഒക്കെ കഴിയും CM മടവൂരിനെ. അതിനെ സാക്ഷ്യപ്പെടുന്ന രീതിയിൽ ഇവരുടെ വാദങ്ങൾ ഇതാ. ഒരു കുബൂരി പാതിരി പറയുന്നത് നിങ്ങൾ കേട്ടോ, ഒരു വയസ്സനായ പുരോഹിതൻ പറയുന്നത്. ആയിക്കോട്ടെ, ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി പറയുന്നത്. ഇതൊന്നും കറാമത്തല്ലേ, പിന്നെ ഏതാ കറാമത്ത്? എവിടുന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ഷെയ്ഖുന നേടിയെടുത്തത്. വെറുതെ അല്ല, പവർ നേടിയെടുത്തതാണ്. എവിടുന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, ആര് വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അതൊക്കെ സഹായിക്കാൻ, കേൾക്കാൻ, അറിയാൻ ഒക്കെയുള്ള കഴിവ് നേടിയെടുത്ത മഹാനാണത്രേ CM മടവൂര്. ഏത് CM മടവൂര്? നിസ്കരിക്കാത്ത, താടി വടിച്ച, നോമ്പിന് ഭക്ഷണം കഴിച്ച, നോമ്പ് നോക്കാത്ത, അതുപോലെ തന്നെ സിഗരറ്റ് വലിപ്പിക്കുന്ന, കൂട്ടത്തോടെ സമസ്തക്കാരെ കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ച CM മടവൂര്. അദ്ദേഹം വലിയാണത്രേ. സത്യത്തിൽ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് ചോദിക്കുന്നു, നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രതികരിക്കണം. സമസ്തക്കാണോ വട്ട്, അതല്ല CM മടവൂരിനാണോ വട്ട്? അയാളാണോ മജ്ദൂബ്, അതല്ല സമസ്ത മുസ്ലിയാക്കന്മാരാണോ മജ്ദൂബ്? നിങ്ങളൊന്ന് പറ. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചത്? ഞാൻ ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകളല്ല ഔലിയാക്കൾ. ഈ രീതിയിലുള്ള ഇതെല്ലാം ഔലിയാക്കൾ. നിങ്ങൾ ഔലിയാക്കൾ ആരാണ്, ഔലിയാക്കൾ എന്നൊക്കെ ഒന്ന് കേൾക്ക്, പഠിക്ക്. സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പോലും ഇവരുടെ ഇങ്ങനെയുള്ള പ്രസംഗമല്ല. നിങ്ങൾ സിംസാറിലൊക്കെ ഉദവി ആരാണ് ഔലിയാക്കൾ എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിളിൽ, യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ഔലിയാക്കൾ ആരാണെന്നൊന്ന് സെർച്ച് ചെയ്ത് കേട്ടു നോക്കി. ആരാണ് അള്ളാഹുവിന്റെ വലിയ ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. എന്നിട്ട് CM മടവൂരിനെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോവാ, മുനമ്പത്തി ബീവിനെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോവാ, ഓച്ചിറയിലെ ദാമോദരൻ അയ്യപ്പനെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോവാ. അതുപോലെ തന്നെ നിങ്ങൾ ഔലിയാക്കനാണെന്ന് പറയുന്ന പല ആളുണ്ട്. അമ്പംകുന്നിലെ ഔലിയാപ്പ, പിന്നെ വേറൊരു ചങ്ങായി ഉണ്ടല്ലോ ഈ സാധനം തന്നെയൊന്നും അറിയില്ല, മഴയില്ലാത്ത സമയത്ത് ഉടുമുണ്ട് പൊക്കി മൂത്രയിച്ചേ. ഇങ്ങനെയുള്ള ഒരുപാട് ടീംസ് ഉണ്ട് ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുന്ന. മനസ്സിലായല്ലോ? ഇവർ പ്രചരിപ്പിക്കുന്ന ചില ടീംസ് ഉണ്ട്. ആ ടീംസിനൊക്കെ ഈ പറയുന്ന ഔലിയാക്കളുമായി ചേർത്തി പറയാൻ വേണ്ടി പറ്റുമോ? എന്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഔലിയാക്കളുടെ നേതാവ് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഔലിയാക്കളുടെ നേതാവാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാക്കന്മാരിൽപ്പെട്ട ആളാണല്ലോ. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി മഹാരഥന്മാരായ ഔലിയാക്കൾ, അതുപോലെ തന്നെ ബദരീങ്ങൾ, ഇവരുടെയൊക്കെ ജീവിതവും ഈ ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതവും, അവർ ഔലിയാക്കന്മാരാണെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവാണെങ്കിൽ, ചിത്തടിമീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഈ പറയുന്ന CM മടവൂര് അയാളും ഔലിയാക്കളുടെ നേതാവാകുന്നത് എങ്ങനെ? 2 രീതിയിൽ ഔലിയാക്കളുണ്ടോ? നിങ്ങളോട് വീണ്ടും പറയുന്നു, അള്ളാഹ് തന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. ഈ കുബൂരിസം വിടൂ, സമസ്തായിസം വിടൂ, യഥാർത്ഥ ഹക്ക് എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ രീതിയിൽ അഹങ്കാരത്തോടെ ഞങ്ങളുടെ കാക്കകാരണന്മാർ ജീവിച്ച പോലെ ജീവിച്ചോളാം, നിങ്ങളെ വഹാബികളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങനെ എന്താണ് ഔലിയാക്കളെ നിന്ദിക്കുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, സത്യത്തിൽ നിങ്ങളാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഔലിയാക്കളെ നിന്ദിക്കുന്നതും, കറാമത്ത് നിഷേധിക്കുന്നതും, കറാമത്തിനെ പരിഹസിക്കുന്നതും, കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതും ഒക്കെ നിങ്ങളാണ്. ഞങ്ങൾ യഥാർത്ഥ കറാമത്തിനെ നിഷേധിക്കുന്നില്ല. കറാമത്തുണ്ട്, ഔലിയാക്കളുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള ഔലിയാക്കളല്ല, ഈ രീതിയിലുള്ള കറാമത്തുമല്ല. ഇതൊക്കെ പച്ച നുണകൾ വെച്ച് കാച്ചുകയാണ് പുരോഹിത വർഗം അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി. അതുകൊണ്ട് ഒരു നിർബന്ധവും ഞങ്ങൾക്കില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബാധ്യത തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നത് കൊണ്ട് തന്നെ ഞങ്ങളിതിനെ എതിർക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇനി എത്ര ആഘോഷങ്ങളുടെ മുജാഹിദ് വാശി തീർക്കാൻ വേണ്ടി, മുജാഹിദുകളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾ എത്ര തന്നെ ബൾബ് കത്തിച്ചാലും, എത്ര തന്നെ പടക്കം പൊട്ടിച്ചാലും, ഇനി എന്താണ് AR റഹ്മാനെ തന്നെ കൊണ്ടുവന്ന് ഉറൂസ് ഉത്സവങ്ങളിൽ ഗാനമേള നടത്തിയാലും ഞങ്ങൾ പറയേണ്ടത് പറയും. അള്ളാഹ് തന്ന ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോ, മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോ. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.